കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം ഇവിടെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും ഈ പട്ടണത്തിൻ്റെ നടുവിൽ കർത്താവ് അയച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് അയക്കാതെ എങ്ങും പോകാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ IPCയുടെ ഹൂസ്റ്റൺ ഫെലോഷിപ്പിൻ്റെ ആനുവൽ കൺവെൻഷനിൽ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ദൈവവചനം പറയുവാനും ഈ രാത്രികാലം അല്പസമയം എന്നെ ദൈവം വെടിവിച്ച എൻ്റെ കുടുംബത്തെ വെടിവിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യുവാനും തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ഡാനിയലിനുള്ള എല്ലാ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ചാക്കോയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന് അവിടെ ബഹ്റിനിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഹാലലിയ പരിചയമുണ്ട്. കർത്താവിൻ്റെ ദാസനായിട്ടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ ആയിരിക്കുന്ന കർത്തദാസന്മാർ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ദൈവജനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മധ്യേ എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം പ്രകാരം അവസരം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം ഞങ്ങൾ കുടുംബമായിട്ടുള്ളതും പ്രത്യേകാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. കാരണം അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വലിയ അനുഗ്രഹമായി തീരട്ടെ. ദൈവം തൻ്റെ ദാസന് കൊടുത്ത ഒരു ആലോചനയാണ് എനിക്ക് സാക്ഷ്യത്തിന് ഇവിടെ തരിക എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഹെബ്രോൻ ചർച്ചിൽ 2 പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് ആഗ്രഹിക്കുകയും അവർ ക്ഷണിക്കുകയും ചെയ്തിട്ട് ഇവിടെ കടന്നു വരുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ സമയമാണ് ദൈവത്തിൻ്റെ സമയം, അതാണ് തക്ക സമയം എന്ന് പറയുന്നത്. അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം എന്നെ വിടുവിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാൻ അതിനകത്ത് ഒരു വാക്ക് പോലും ഹല്ലേലൂയ ഞങ്ങളുടെ പ്രവൃത്തിയോ പ്രാർത്ഥനയോ ഞങ്ങളുടെ പ്രവർത്തനമോ ഒന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മഹത്വം മാത്രം ഇന്ന് രാത്രി ഇവിടെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവ മഹത്വം ഹല്ലേലൂയ സ്തോത്രം നമ്മിൽ വെളിപ്പെടുവാൻ മാത്രമാണ്. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ലെന്നുള്ളത് എപ്പോഴും ഓർക്കുന്ന കാര്യമായതുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ട് ഇന്ന് രാത്രിയെ സഹായിക്കട്ടെ. ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ ഏറ്റവും എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത അവിടെ താമസിക്കുന്ന കാരിച്ചാലുള്ള അമ്മാമയാണ് കുഞ്ഞമാമ ഫിലിപ്പച്ചായന് എൻ്റെ ഭാര്യ. ആ അമ്മാമയും പിന്നെ അനേക ബഹ്റിൻകാർ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് ഒരിക്കലും ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരത്തില്ല എന്ന് ചിന്തിച്ച് അപ്രകാരമുള്ള അനുഭവമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ്റെയും പുതിയകാവ് മാവേലിക്കര പുതിയകാവ് ഓർത്തഡോക്സ് പള്ളിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്ഥലവും വീടും. അവിടെ എൻ്റെ വീട് ഹരിപ്പാടിന് വടക്ക് കാരിച്ചാലാണ്. അവിടെ തികച്ച ഓർത്തഡോക്സുകാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ പിതാവ് അവിടെ വളരെയധികം ആത്മീയ ശുശ്രൂഷയിൽ അവിടെ നിൽക്കുകയാൽ 40 വർഷം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് ഓർത്തഡോക്സിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ആ അനുഭവത്തിൽ ഞങ്ങൾ ബഹ്റിനിൽ 24 വർഷമായിട്ട് ബഹ്റിനിലാണ്. എന്നാൽ 13 വർഷം ഞങ്ങൾ അവിടെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്കോ ഒരു പ്രാർത്ഥനയ്ക്കോ ഞങ്ങളെ ക്ഷണിച്ചാലോ ഞങ്ങളോട് സംസാരിക്കാൻ പോലും ആർക്കും അങ്ങനെ താല്പര്യപ്പെടത്തില്ല. കാരണം അത്രമാത്രം ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ഞങ്ങൾ 2 പേരും സ്ട്രോങ് ആയിട്ട് നിന്ന സ്ഥാനത്ത് ഒരു വെറും കൂട്ടായ്മയ്ക്ക് പോലും ഞങ്ങൾ കടന്നു പോകാതിരുന്ന സ്ഥാനത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഞങ്ങളെ തേടി വന്നുകൊണ്ട് അവിടെ വെച്ച് വിളിച്ചു വേർതിരിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ആ അനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ ക്ഷണിച്ചിട്ട് വരാനിട്ട് ഞങ്ങളുടെ ഡോറിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു. അത്രമാത്രം ഞങ്ങൾക്ക് ഇതിനകത്ത് കടന്നു വരത്തില്ല എന്ന് ഉറച്ച തീരുമാനം. ആ അനുഭവത്തിലെ ഓർത്തഡോക്സിന്റെ 5 കാലോലിക നോമ്പ് കൊടുത്ത് എൻ്റെ ഭവനത്തിലെ എല്ലാ ദിവസവും ആ നോമ്പിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് അപ്രകാരം ഒരു തരത്തിലും ഈ വചനം എന്തെന്ന് മനസ്സിലാകാതെ എൻ്റെ യേശു എൻ്റെ പാപത്തിന് വേണ്ടി
മരിച്ചെന്നും എന്റെ കർത്താവിന്റെ നിത്യതയിൽ പോകുവാൻ ഈ വചനം അനുസരിക്കണമെന്നുള്ളത് അടയ്ക്കപ്പെട്ട അന്ധകാരത്തില് ഇരുന്ന അനുഭവത്തിലായിരുന്നു ഓർത്തഡോക്സ് സഭയിലായിരുന്ന സമയത്ത്. ഒരിക്കലും പല ദുഃഖവെള്ളിയാഴ്ച പങ്കെടുത്തെങ്കിലും ഇതിനകത്തുള്ള സത്യം മനസ്സിലാകാതെ കിടന്നപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും കർത്താവിൽ കടന്നു വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിലേക്ക് ആ ദൈവസന്നിധിയിൽ ഒരിക്കലും ദൈവം ഈ നമ്മുടെ വിശ്വസ്തത എന്ന് വെച്ചാൽ നമ്മള് ഓർത്തഡോക്സിലായിരുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കിയത് ഞാൻ എന്ന് ആലോചിക്കുകയാണ്. ആ നോമ്പും കാര്യങ്ങളും ഒക്കെയും നമ്മൾ നോക്കിയെടുത്തപ്പോൾ മനസ്സിലായി ഇവർ ഈ അനുഭവത്തിലോട്ട് കടന്നു വന്നാൽ അങ്ങനെ കർത്താവിന്റെ സ്നേഹം പിടിച്ച് ഞങ്ങളെ കൊണ്ടുവരുവാൻ കൊണ്ട് ഇടയായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടിടങ്ങളിൽ വെച്ച് ദൈവത്തിന്റെ ഈ വചനം ഒരു പ്രാവശ്യം കേട്ടപ്പോൾ, സ്നാനം പെടണമെന്ന് ഒരു പ്രാവശ്യം കേട്ടപ്പോൾ മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തത്. എന്നാൽ രേജാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമായിട്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്നാനപ്പെടുന്നതിന് മുമ്പേ എൻ്റെ മേൽ പകരുവാൻ കൊണ്ട് ഇടയായി. ഞങ്ങള് AG സഭയിലുള്ള ഒരു പാസ്റ്റർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു. എന്നാൽ എൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ആ തീയുടെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും വചനത്തിൽ അറിയാൻ വയ്യായിരുന്ന സമയത്ത് അതെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് 1 പത്രോസ് 3:21 കേൾക്കുവാൻ കൊണ്ടിടയായി. ആ കേട്ട മാത്രയിൽ തന്നെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദൈവസ്ഥനിൽ തീരുമാനമെടുത്ത് ഞങ്ങൾ അന്നേരം ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് അതിനകത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ സ്ഥാനത്ത് ഞങ്ങൾ രഹസ്യമായിട്ട് ഒരു പാസ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ 10 ദിനാർ പൂള് വാടകയ്ക്ക് എടുത്ത് ആ പൂളിനകത്ത് ഞങ്ങൾ രഹസ്യമായിട്ട് സ്നാനപ്പെട്ടു. രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ ആഭരണമൊന്നും ഊരാതെ, കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരിക്കലും ഇതിനകത്തുനിന്ന് വേർപെട്ട് വരുവാൻ താല്പര്യമില്ലായിരുന്ന സ്ഥാനത്ത് അപ്രകാരം ഞങ്ങൾ സ്നാനപ്പെടുവാൻ തക്കൊണ്ടിടയായി. പിന്നീട് ദൈവം പടിപടിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ ഇന്ന് രാത്രിയിൽ സമയം എടുക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ആ അനുഭവങ്ങൾ ആ മുൻപോട്ട് ഓരോ പടികൾ പോലെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഓർത്തഡോക്സ് സഭ വിടുകയും ചെയ്യരുത്, അല്ല വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ ആഭരണം ഊരുകയും ചെയ്യരുത്. ഇത് രണ്ടും പറഞ്ഞാണ് ഞങ്ങള് സ്നാനപ്പെടുവാൻ ഇടയായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരുന്ന് ഞങ്ങൾ ഒരു ആഭരണ ഗ്രൂപ്പിൽ കുറച്ചു നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരമെന്നും ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനിയും നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ ഈ ശരീരത്തിൽ ഇനി ആഭരണങ്ങളോ മറ്റോ ഒന്നുമോ ആഡംബരങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ദൈവം എന്നോട് സംസാരിച്ച നിമിത്തമായിട്ട് ഞാൻ ആഭരണം ഊരുവെന്നൊക്കെ തീരുമാനിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടതിന് സമ്മതമല്ലായിരുന്നു. എന്നാൽ ഒരു വർഷക്കാലം നിങ്ങളോട് പറയട്ടെ, ഒറ്റ വർഷക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ തീരുമാനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ, എൻ്റെ കർത്താവ് കാൽവറിയിൽ പരസ്യമായിട്ട് യാഗമായി തീർന്നത് ഓർക്കുമ്പോൾ ആഭരണം ഊരി എൻ്റെ യേശുവിനെ സ്വീകരിച്ചെന്ന് പറയുവാൻ എന്തെത്ര മടി എന്നുള്ളത് എന്നെ വാലിൽ ഭരിച്ചുകൊണ്ടിരുന്നു. കർത്താവ് സകലതും വിട്ടിവിടെ വന്നെങ്കിൽ നമുക്ക് എന്താണ് വിടാൻ പറ്റാത്തെന്നുള്ളത് എന്നെ വളരെയധികം ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അപ്രകാരം ആഭരണം ഊരി ആ തീരുമാനത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ ആയതും. അതിനുശേഷം എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ഭവനത്തിൽ കൂടി വന്ന് ആ 4 സഹോദരിമാർ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ പിന്നെ കടന്നു വന്ന് അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ അവിടെ ദൈവസന്നിധിയില് സ്തോത്രം ദൈവ നാമത്തിനു വേണ്ടി വേർതിരിക്കുവാനിടയായി. അതിനുശേഷമാണ് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആലോചന ലഭിച്ച് സ്തോത്രം അന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ ആയിട്ടില്ല. ദൈവത്തിന്റെ സഭ തുടങ്ങണമെന്നും ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യായിരുന്ന സമയത്ത് അനേകർ വന്ന് രക്ഷിക്കപ്പെടുവാൻ സ്നാനപ്പെടുവാൻ തുടങ്ങി. എന്നാൽ അവരെല്ലാം ആഭരണ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി നിങ്ങൾ ഒരു കൂട്ടം ജനത്തിന്റെ കണക്ക് പറയണം. അവർ ബഹറിൽ പെന്തക്കോസ്ത് നാട്ടിൽ അവരുടേതായ സഭകളിലും പോകുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ വേർപെട്ട ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം അവിടെ വെച്ച് ദൈവം സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെയാണ് ദൈവസന്നിധിയിൽ ദൈവസഭയായിട്ട് സ്തോത്രം ആയത്. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ കൂടെ ആത്മാക്കളെ ഹല്ലേലൂയ ദൈവം കൊണ്ടുവന്നാണ് ദൈവസഭ ഇപ്പോൾ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെ അനുഭവത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, സുപ്രസാദ കാലത്ത് എനിക്ക് ദൈവം ആ ഉത്തരവരളി രക്ഷാ ദിവസത്തിൽ എന്നെ ദൈവം സഹായിച്ചു. എൻ്റെ ഹല്ലേലൂയ സ്തോത്രം.